നമസ്കാരം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലഭിച്ച ക്ഷണം കോൺഗ്രസിനെ ശരിക്കും വെട്ടിലാക്കി. ഉദ്ഘാടന ചടങ്ങിലേക്ക് ദേശീയ നേതൃത്വത്തിന് ലഭിച്ച ക്ഷണം തള്ളാതെ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചതോടെ ശരിക്കും പെട്ടത് കേരളത്തിലെ കോൺഗ്രസുകാരാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിഷയം ഉയർന്നത് കോൺഗ്രസിനെ തകർത്ത് കളയാൻ പോകുന്ന വജ്രായുധമാണെന്ന് നേതാക്കൾക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ വികാരവും നേതാക്കളുടെ ആവശ്യവും കണക്കിലെടുത്ത് ക്ഷണം തള്ളാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഹൈക്കമാൻഡ്. ഇതോടെ ഹൈക്കമാൻഡ് നിലപാടിലെ ആശയക്കുഴപ്പവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി. ക്ഷണം കിട്ടിയതിന് പിന്നാലെ പങ്കെടുക്കാനാകില്ലെന്ന് CPM-ഉം CPI-യും വ്യക്തമാക്കിയതോടെയാണ് KPCC പ്രതിരോധത്തിലായത്. കോൺഗ്രസ് പങ്കെടുത്താൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി വൻ പ്രചാരണമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നടത്തുക എന്നത് ഉറപ്പാണ്. സമസ്തയടക്കം കോൺഗ്രസിന് മുന്നറിയിപ്പുമായി എത്തിക്കഴിഞ്ഞു. ഇതോടെ കോൺഗ്രസ് വിഷയത്തിൽ നിലപാടില്ലാത്ത അവസ്ഥയിലാണ്. BJP അജണ്ടയിൽ വീഴരുതെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൂടി രംഗത്തെത്തിയതോടെ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം കനപ്പെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ വിശേഷിച്ചും രാമക്ഷേത്ര വിഷയത്തിൽ സംസ്ഥാനത്ത് തങ്ങളാകപ്പെട്ട രാഷ്ട്രീയ കുരുക്ക് ചൂണ്ടിക്കാട്ടി ആശങ്ക നിരത്തി മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. അനുകൂല സമീപനമാണ് KPCC പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ. യഥാസമയം കൃത്യമായി മറുപടി കിട്ടുമെന്ന പ്രതികരണമാണ് KC വേണുഗോപാലിൽ നിന്നുണ്ടായത്. പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ താനില്ലെന്ന് കൂട്ടിച്ചേർത്ത് അദ്ദേഹം വേഗം പിന്മാറി. പ്രതിപക്ഷ നേതാവ് VD സതീശന് കൃത്യമായ മറുപടിയില്ല. തനിക്കറിയില്ല, താൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല, ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് തീരുമാനം പറയേണ്ടതെന്ന് സതീശനും പറഞ്ഞു കഴിഞ്ഞു. രണ്ടിനും സാധ്യത കൽപ്പിക്കും വിധമായിരുന്നു AICC അംഗം കൂടിയായ ശശി തരൂരിന്റെ പ്രതികരണം. പാർട്ടിയിൽ 4-5 പേരെ ക്ഷണിച്ചിട്ടുള്ളൂ. ക്ഷണിച്ചവർക്കേ പോകാനാകൂ. ആർക്കാണ് ക്ഷണം കിട്ടിയതെന്ന് അവർ തീരുമാനിക്കട്ടെ. തനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല. തരൂരിന്റെ വാക്കുകളിലും ആശയക്കുഴപ്പം പ്രകടമാണ്. രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജ ഉൾപ്പെടെ എല്ലാം BJP പ്രചാരണായുധമാക്കി. BJPയുടെ രാഷ്ട്രീയ കളിയാണിത്. വാഗ്ദാനം ചെയ്ത പോലെ യുവാക്കൾക്ക് ജോലിയുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെട്ടോ എന്നും ചിന്തിക്കണം. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയായാൽ ജനം തീരുമാനമെടുക്കുമെന്നും തരൂർ പറഞ്ഞു. സമസ്ത പോലൊരു സംഘടന നൽകിയ മുന്നറിയിപ്പും കോൺഗ്രസിന് അവഗണിക്കാൻ സാധിക്കില്ല. ഉദ്ഘാടന പരിപാടിക്കായി ലഭിച്ച ക്ഷണം ഉടനടി നിരസിച്ച CPI-എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവം സോണിയാഗാന്ധി കണ്ടുപഠിക്കണമെന്നാണ് സംഘടനയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം പറയുന്നത്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് CPM നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായത്. ആ ആർജവും സ്ഥൈര്യവും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രഭാത മുഖപ്രസംഗത്തിലൂടെ സമസ്ത വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിന് മേൽ സമ്മർദ്ദമുണ്ട്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ മുന്നണിയിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. KPCCക്ക് പുറമെ മറ്റു ചില സംസ്ഥാന നേതൃത്വങ്ങളും പങ്കെടുക്കരുതെന്ന ആവശ്യവുമായി കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യ മുന്നണിയിൽ ആദ്യം നിലപാട് വ്യക്തമാക്കിയത് ഇടത് പാർട്ടികളാണ്. മതപരമായ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് CPM പോളിറ്റ് ബ്യൂറോയും CPI-യും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് RJD തീരുമാനം. ലാലു പ്രസാദ് യാദവും JDU നിലപാട് നിതീഷ് കുമാറും തൃണമൂൽ കോൺഗ്രസ് നിലപാട് മമതാ ബാനർജിയും വ്യക്തമാക്കിയത്. NCP നേതാവ് ശരത് പവാറിന് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. സമാജ്വാദി പാർട്ടിയെ ചടങ്ങിലേക്ക് ക്ഷണിക്കരുതെന്ന് BJP തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്ക് ലഭിച്ച ക്ഷണത്തെ കോൺഗ്രസ് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നത്. ഈ നിലപാട് അംഗീകരിക്കാൻ ഇന്ത്യ മുന്നണിയിലെ മിക്ക പാർട്ടികൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണമെന്നാണ് സഖ്യകക്ഷികളുടെ നിലപാട്. പല സംസ്ഥാന നേതൃത്വങ്ങളും കേന്ദ്ര നേതൃത്വത്തിൽ സമാന ആവശ്യമുന്നയിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നേരത്തെ സോണിയാഗാന്ധിയോ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം. ഇതിനെ സീതാ തീർത്ഥാടന പദ്ധതികൾ കൊണ്ട് മറികടക്കാനാണ് നിതീഷ് കുമാർ ശ്രമിക്കുന്നത്. രാമന്റെ ജന്മഭൂമിയായി ഉത്തർപ്രദേശിനെ കരുതുന്ന പോലെ സീതയുടെ ജന്മഭൂമിയായി കരുതുന്നത് ബീഹാറിനെയാണ്. സീതാ ക്ഷേത്ര പുനരുദ്ധാരണത്തിനും ആത്മീയ ടൂറിസം പദ്ധതികൾക്കുമായി 70 കോടി രൂപയാണ് ബീഹാർ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്.